സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചെടി എന്താണെന്ന് അറിയോ? ഇതാണ് കമ്മ്യൂണിസ്റ്റ് പച്ച. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, കമ്മ്യൂണിസ്റ്റ് പച്ച. അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു പേരാണ് മുറിവുണക്കി. മുറിവുണക്കി എന്നാണ് പറയുക. ഇതിൻ്റെ ഇലകൾ പൊട്ടിച്ചിട്ട് വളരെ നല്ലതാട്ടോ. ഞാൻ ഒരു ദിവസം ഓണത്തിൻ്റെ അടുത്ത് ഒരു ദിവസം കയ്യിൻ്റെ മുറിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു മരുന്നുമില്ല. ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ചോദിച്ചു. ഇതിൻ്റെ ഇലയും കൂടി ചതച്ചിട്ട് നമ്മൾ കയ്യിലിട്ട് തിരുമ്പിയാലും മതി എന്നാണ് പറഞ്ഞത്. അതിനുള്ള ആരോഗ്യമില്ല കയ്യിലിട്ട് തിരുമ്പാൻ. അത് കാരണം കൊണ്ട് അതിങ്ങനെ തിരുമ്പിയിട്ട് ഞാൻ ചതച്ചു. ഇതിപ്പോൾ എൻ്റെ കൈ കൊണ്ട് തിരുമ്പിയാൽ പറ്റില്ല, ശക്തിയുള്ളവർക്ക് പറ്റും. എന്നിട്ട് തിരുമ്പിയിട്ട് അതിന് നീരെടുത്തിട്ട് മുറിവുണങ്ങി എടുത്ത് വെച്ചപ്പോൾ ശരിക്ക് ആ മുറിവ് കൂടി. ദിവസത്തേക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്തു. 2 പ്രാവശ്യം ഞാൻ ചെയ്തുള്ളൂ. 2 പ്രാവശ്യത്തുണ്ട് അതിന് മുറിവുണങ്ങി. അപ്പോൾ അത്ര തെളിവുണ്ട്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത് 100 ടൈംസ് വളരെ വിശ്വസിക്കാവുന്നതാണ്. ഇത് മുറിവുണക്കിയാണ്. ഇതിനെ വേണമെങ്കിൽ ഞാൻ ഇടിച്ച് അതിൻ്റെ നീര് കൊണ്ടുവന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ ചതയ്ക്കണം. ഇല ഇതിലിട്ട് ചതച്ചിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ നീരെടുക്കുക കേട്ടോ. ഇതാ കണ്ടോ, ഇത് ഞാൻ ചതച്ചു, അതിൻ്റെ നീര് കിട്ടി കണ്ടോ. ഈ നീര് ഏത് മുറിവുകളായാലും നോക്കൂ. ഞാനിത് ഒരിലിട്ട് ഇടിച്ചു, ചെറിയ ഒരിലുണ്ടല്ലോ അതിലിട്ട് ഇടിച്ചപ്പോൾ നോക്കൂ ഏത് മുറിവിലാണ്. ഇവിടെ സപ്പോസ് എൻ്റെ ഇവിടെ മുറിവുണ്ട് വെച്ചാൽ അവിടെ വയ്ക്കുക, അല്ല ഇവിടെ ഏത് വിരലിലാ വെച്ചാൽ അവിടെ വെച്ച് അങ്ങനെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എളുപ്പമാണ് നോക്കും. ഇതാണ് മുറിവുണക്കി എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പേര് എന്ന് എനിക്കറിയില്ല. പലരും പല വിധത്തിലാണ് പറയണത്. ഇതിൻ്റെ പേര് മുറിവുണക്കി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പച്ച. കണ്ടോ, നല്ല രസമുണ്ട് പച്ചയും ഈ കളറിന്. ഇതിനെ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് നീരെടുക്കുക. ശരി, എല്ലാവരും നോക്കണം, ചെയ്ത് നോക്കൂ കേട്ടോ, പരീക്ഷിച്ചു.